പി ദിവ്യയെ ഒരു ആത്മഹത്യയുടെ പേരിൽ എന്തിനാണ് കേരളത്തിലെ സംഘപരിവാർ മനോഭാവമുള്ള മാപ്രകളും ഒപ്പം പ്രതിപക്ഷവും വളഞ്ഞിട്ട് ആക്രമിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണം കാട്ടിത്തരാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തോമസ് വക്കത്താനം, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. സ്വാഭാവികമായിട്ടും ആ ആത്മഹത്യാ നാടകങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പി ദിവ്യ എന്ന് വിശദീകരിക്കുന്നത് ആ നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് എന്തായിരുന്നു പി ദിവ്യ എന്നും എന്തുകൊണ്ടാണ് അവർ ന്യായമായി പ്രതികരിച്ചൊരു വിഷയത്തിൽ അവർക്കെതിരെ സംഘടിതമായ ആക്രമണം നടത്തിയത് എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ആ പ്രതികരണം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ 5 വർഷം മുമ്പ് തുടങ്ങിയ ഞങ്ങളുടെ ഭരണസമിതിയുടെ തുടക്കത്തിൽ പി ദിവ്യയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിട്ടില്ല. ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ അവർ 4 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പരമാവധി ജില്ലയിൽ ഞങ്ങളെയൊക്കെ പരമാവധി അവർ ചേർത്ത് പിടിച്ച് കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളും പരമാവധി വികസന പ്രവർത്തനങ്ങളോട് അവരുമായി സഹകരിച്ച് മുന്നേറാനും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് കാത്തിലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ, പിന്നീട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആയുർവേദ ആശുപത്രിക്ക് പുതിയ പേ വാർഡ് നിർമ്മിക്കാനും അത് പ്രവർത്തനക്ഷമമാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കേട്ടല്ലോ, തോമസ് വക്കത്താനം എന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പി ദിവ്യയെ കുറിച്ച് 4 വർഷങ്ങളിൽ അവരുടെ കഴിവുറ്റ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചതാണ് നിങ്ങൾ കേട്ടത്. അത് ജില്ലാ പഞ്ചായത്തിനുണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ദിവ്യ കഴിവുള്ളൊരു ഭരണാധികാരിയാണ്. നവീൻ ബാബുവിന്റെ വിഷയത്തിൽ കൈക്കൂലി വാങ്ങി എന്നൊരു അറിവ് കിട്ടിയപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്ന് പ്രതികരിച്ചു. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരു ഉദ്യോഗസ്ഥന്റെ യാത്രയപ്പ് ചടങ്ങിൽ അവർ മറുപടി നൽകി. മഹാ അപരാധമായി പോയി. ഇനി ആ തിളച്ചു മറിയലിനപ്പുറം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ രോഷപ്രകടനത്തിനപ്പുറം ഇത് കേൾക്കുന്ന മനുഷ്യരൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സീറ്റിനടുത്തേക്ക് ചെല്ലുന്നു, അത് ചെയ്തില്ല, നിങ്ങളെ നിരന്തരം നടത്തിക്കുകയാണ്. അതിന്റെ പേരിൽ ഒരു ദിവസം നിങ്ങൾ ദേഷ്യത്തോടു കൂടി പെരുമാറുകയാണ്. അയാൾ ആത്മഹത്യ ചെയ്താൽ അത് നിങ്ങളുടെ തെറ്റാവൂ? ഇല്ലല്ലോ. അയാൾ ചെയ്ത പ്രവർത്തനത്തിന് നിങ്ങളൊന്ന് പ്രതികരിച്ചു. അത് മാത്രമാണ് ദിവ്യ ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ സംഘപരിവാർ പ്രതിപക്ഷ അനുകൂല മാപ്രകൾ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രോമിസിംഗ് ലീഡറാണ്, വരും കാലത്തെ ഒരു പ്രോമിനന്റ് ഭരണാധികാരിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു ആയുധമാണ്. അതൊരു വ്യക്തിയുടെ ജീവിതമാണെങ്കിലും ഒരു പ്രതികരണത്തിന്റെ പേരിൽ ആത്മഹത്യക്ക് ഉത്തരവാദി ദിവ്യയാണെന്ന് അവർ അങ്ങ് ചാപ്പകുത്തി കടന്നാക്രമിച്ചു, വ്യക്തിഹത്യ നടത്തി, കൊത്തിവലിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു വ്യക്തി നശിച്ചു പോയിട്ടൊന്നുമില്ല. അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രതിപക്ഷ സ്വരത്തിലുള്ളവർ പോലും പറയുന്നു മികച്ച ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതല്ലേ ഒരാളുടെ കഴിവ്? ആ കഴിവുറ്റ രീതിയിൽ ഒരു ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ ആ ഫയൽ വൈകുന്നതിനെ സംബന്ധിച്ച് നവീൻ ബാബുവിനോട് എന്താണ് അത് ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്നത് കൊണ്ട് ആ വിഷയത്തിൽ പിന്നീട് പണം കൊടുത്തപ്പോ NOC കൊടുത്തു എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ ചോദ്യം ചെയ്തെന്നേ. കേരളത്തിലെ മാധ്യമങ്ങൾ അനുദിനം സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ച് ഇവർ പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെ വിമർശിക്കുകയല്ലേ ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ അവർ ആത്മഹത്യ ചെയ്യാൻ നിന്നാലോ? എത്ര പേർ ഇതിനോടകം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും? അതൊക്കെ ഇതുപോലെ ചർച്ചയായിട്ടുള്ളൂ. അതൊന്നും ചർച്ചയാകില്ല. ഞങ്ങൾ വിമർശിക്കുന്നത് തെറ്റ് കണ്ടതിനെ തുടർന്ന്, അത് ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. എന്നാൽ നവീൻ ബാബു എന്ന പേരോ അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ആ NOC കിട്ടിയതെന്ന് 2 ദിവസത്തിനകത്ത് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അതിന്റെ കുറ്റപത്രത്തിൽ ഉൾപ്പെടെ കളക്ടർക്ക് മുന്നിൽ നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ ദിവ്യയുടെ ചോരയാണ് അവർക്ക് വേണ്ടത്. ദിവ്യ എന്നാൽ വരും കാലങ്ങളിൽ കണ്ണൂരിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ മികച്ച വനിതാ ലീഡറാണ്. ആ ലീഡർ ഉയർന്നു വരാൻ പാടില്ല. എന്തെങ്കിലും ഒരു വിഷയത്തെ ഇല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ച് അതിനെ ജനങ്ങൾക്കിടയിൽ വികാരം സൃഷ്ടിക്കണം. ആ വികാരം സൃഷ്ടിച്ചത് എന്തിനാണ് എന്നതിന്റെ തെളിവാണ് അവിടത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തോമസ് വക്കച്ചന്റെ ആ വാക്കുകളിൽ നിങ്ങൾ കേട്ടത്.
അതായത് പ്രതിപക്ഷത്തിന് പോലും അവരുടെ ഭരണ മികവിനെ അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് പറയേണ്ടി വന്നു. അങ്ങനെ പേരെടുത്തൊരു വ്യക്തി അവരറിഞ്ഞൊരു വിഷയത്തിൽ പ്രതികരിച്ചത് അത്ര മഹാ അപരാധമൊന്നുമല്ല. അങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അഴിമതി ചെയ്ത വിവരത്തെക്കുറിച്ച് സൂചന ലഭിക്കുമ്പോൾ അത് യാത്രയപ്പ് വേളയിൽ പേര് പറയാതെ ക്ഷണിച്ചില്ല എന്നൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്നവർ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്കും കളക്ടറുമായി പങ്കെടുത്ത ഒരു പരിപാടിയിലും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു അനൗചിത്യവുമില്ല. ആ ചടങ്ങിൽ പങ്കെടുത്ത് അവർ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഒരാൾ ചെയ്ത പ്രവൃത്തി, ആ പ്രവൃത്തിയെക്കുറിച്ച് സൂചന കൊടുത്തതിന്റെ പേരിൽ നവീൻ ബാബു എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ആദർശത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് ഭയപ്പെട്ട് ചെയ്ത കാര്യത്തെ ഇരയാക്കപ്പെട്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം. ആ ഒരൊറ്റ കാര്യം ഉയർത്തിക്കാട്ടാൻ കാരണം വയനാട് ജില്ലാ ട്രഷററായിട്ടുള്ള NM വിജയൻ ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ ഇതുപോലെ പേരെഴുതി വെച്ചിട്ട് MLA ആയ വ്യക്തിക്ക് രാജിവെക്കേണ്ടി വന്നില്ല. അവിടെ PP ദിവ്യ എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു, അതുപോലെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റോ MLA യോ എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടില്ല എന്ന ചോദ്യത്തിലുണ്ട് ഉത്തരം. രണ്ടു തരം നീതി. ആ രണ്ടു തരം നീതി നടപ്പാക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളിൽ കുത്തി നിറച്ചിരിക്കുന്ന സംഘപരിവാർ കോൺഗ്രസ് മനസ്സുകാരാണ്. അത് ഈ നാട് തിരിച്ചറിയേണ്ട ഉദാഹരണം കൂടിയാണ് ഈ വാക്കുകളെന്ന് പറയേണ്ടി വരികയാണ്.